ഹായ് ഹലോ നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു മാസമായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ട്. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമുക്ക് പോട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു പെട്ടി നിറച്ച് പവർ ബാങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ റീസെൻറ്റ് ലോഞ്ച് ആയിട്ടുള്ള 4 പവർ ബാങ്കുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ആ പവർ ബാങ്കുകൾ. നല്ല കിടിലം കുറച്ച് പവർ ബാങ്കുകളാണ്. ഇതിൽ ഒരു 20,000 mAh ഒരു പവർ ബാങ്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 3 10,000 mAh പവർ ബാങ്കും വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്കാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അൺബോക്സിംഗ് ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് പെട്ടിക്കകത്തിൽ പവർ ബാങ്ക് ആണുള്ളത്. സോ ഇതാണ് പവർ ബാങ്ക്. വളരെ മിനിമൽ ആയിട്ടുള്ള, നമുക്ക് സിമ്പിളായിട്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. എനിക്കിതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന പവർ ബാങ്കാണിത്. ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് മറ്റ് 2 10,000 mAh പവർ ബാങ്കിന് വന്നിട്ടുള്ളത്. അതിനതിൽ കളർ വേരിയൻസിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് നമുക്ക് ഡാർക്ക് ബ്ലൂ കളറിലെ ഒരെണ്ണം വന്നിട്ടുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് ഐവറി വൈറ്റ് എന്ന് പറയുന്ന 2 കളറും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റും. സോ പിന്നെ നമുക്ക് 20,000 mAh പവർ ബാങ്ക് വന്നിട്ടുള്ളത് ഒരു യെല്ലോയിഷ് കളറിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് അറിയാം. വളരെ ലൈറ്റ്, ഭയങ്കര വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ കയ്യിൽ വളരെ കംഫർട്ടബിൾ ആണ് സാധനം. ഓക്കെ, ഇനി നമുക്ക് പവർ ബാങ്കിലേക്ക് വരാം. പവർ ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 20,000 mAh പവർ ബാങ്കിലേക്ക് വരാം. പവർ ബാങ്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാക്സ് ഔട്ട് കിട്ടുന്നത് 22.5 വാട്ടാണ്. അതായത് 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ കാണാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലും ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിന് ഒരു USB-A ഔട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ Type-C ഇൻപുട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് പവർ ബാങ്കിലുള്ളത്. ഈ ഒരു സെയിം ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് നമുക്ക് അടുത്തൊരു പവർ ബാങ്കിലും കാണാൻ പറ്റുന്നത്. ലെക്സൽ ബൈൻഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് എക്സ്ട്രാ 2 കേബിൾസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഒരു Type-C കേബിളും അതേപോലെ തന്നെ ഒരു ലൈറ്റ്നിങ് കേബിളും നമുക്കിത് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഔട്ടെല്ലാം സെയിം തന്നെയാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഡിസൈൻസിൽ. ഈ ഒരു എക്സ്ട്രാ 2 കേബിൾ വരുന്നത് മാത്രമാണ് ഉള്ളത്. 22.5 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 15 വാട്ടിൻ്റെ ഒരു വയർലെസ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങഗ് വയർലെസ് ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെയിം പോർട്ടുകളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇതിൻ്റെ മുകളിലത്തെ ഡിസൈൻ ഭയങ്കര വെറൈറ്റി ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പവർ ബാങ്കുകളെല്ലാം നിങ്ങൾക്ക് പോട്രോണിക്സിൻ്റെ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. എൻ്റെ എക്സാക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് 20,000 mAh ഏകദേശം 1,700 രൂപയാണ് വരുന്നത്. ബാക്കി 2 10,000 mAh ഉണ്ട്. അതിന് ഏകദേശം ഒരു 1,200 സംതിങ് ആയിരിക്കും വരുന്നത്. വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതിന് ഏകദേശം 1,400 രൂപയാണ് വരുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം പോട്രോണിക്സിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.